ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. എംഎൽഎക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു SITയുടെ വാദം. പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നു. ജോസി, പ്രോസിക്യൂഷൻ എന്തൊക്കെ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം തള്ളിയത്? ധന്യ, ഇന്നലെ വിശദമായ വാദം ഈ കേസിൽ കേട്ടിരുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വാദം കേട്ടത്. അതിനുശേഷമാണ് ഇന്ന് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പരിഗണിച്ച് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്, പദവിയിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് കേസിനെ സ്വാധീനിക്കാനിടയുണ്ട്. അതോടൊപ്പം തന്നെ മുമ്പ് ഉള്ള അതിജീവിതകൾക്കെതിരെ നടന്ന സൈബർ അധിക്ഷേപം അടക്കം കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനടക്കമുള്ള ശ്രമമുണ്ടാകും. കൂടാതെ നിരന്തരമായ ഒരു കുറ്റവാളിയാണ് ഇയാളെന്നും മറ്റ് പല കേസുകളും സമാനമായി ഉണ്ട്, ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെയും പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. അതേസമയം പ്രതിഭാഗം വാദിച്ചിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത്. ഇത് അറസ്റ്റ് നടപടികളിലടക്കം നിയമപ്രകാരമുള്ള കാര്യങ്ങളല്ല സ്വീകരിച്ചത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ള കാര്യമായിരുന്നു കോടതിയിൽ അറിയിച്ചത്. പക്ഷേ അക്കാര്യങ്ങളൊക്കെയും കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ മാവേലിക്കര ജയിലിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരും. അതിനിടെ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും രാഹുലിന്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. ധന്യ. ശരി ജോസി.